ആന്തൂറിൽ നടന്ന പ്രശ്നങ്ങൾ, ശ്രീ സാജന്റേത് അടക്കമുള്ള പ്രശ്നങ്ങളിൽ അന്നുണ്ടായ അതൃപ്തി തളിപ്പറമ്പ് മണ്ഡലത്തിൽ ആകെ പൊഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ സ്ഥാനാർത്ഥി വിജയിക്കാൻ സാധ്യതയില്ല എന്ന വിലയിരുത്തൽ അവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. സെക്രട്ടേറിയറ്റിനകത്തും പിന്നെ ജില്ലാ കേന്ദ്രങ്ങളിലും ഓരോ ഓഫീസിലും പാർട്ടി ഗ്രാമങ്ങൾ സൃഷ്ടിക്കാൻ പോയാൽ സിസ്റ്റം ഫെയിലിയർ വരും. മട്ടന്നൂരിൽ വൻ ഭൂരിപക്ഷം നേടി, എന്നാൽ പിന്നെ പേരാവൂരിലും അതുപോലെ ഭൂരിപക്ഷം നേടി കാണിച്ചേ എന്ന് പറഞ്ഞ് കൊണ്ടിട്ടിരിക്കുകയാണ്. അതും വേറൊരു കോൺസെൻട്രേഷൻ ക്യാമ്പ് ആവുമെന്ന് ശൈലജ ടീച്ചർക്ക് ഭയമുള്ളത് കൊണ്ട്, ഒരിക്കൽ തോറ്റതാണ്, ആ ഭയമുള്ളത് കൊണ്ടാണ് അവർ ഒന്ന് പതറിയത്. പാർട്ടിയിൽ വലിയ തെറ്റുകൾ സംഭവിച്ചിരിക്കുന്നു, തെറ്റ് തിരുത്തിയില്ലെങ്കിൽ നാളെ ജനങ്ങൾ ഇത് തിരിച്ചറിയും, അന്ന് ഈ പാർട്ടി ഇല്ലാതാകും. ഇതുവരെ ചരിത്രത്തിൽ ഇല്ലാത്ത വിധം പാർട്ടി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിയുമ്പോൾ വേറൊരാൾ പാർട്ടിയിൽ നിന്ന് അതിനേക്കാൾ മുതിർന്ന ഒരാൾ പാർട്ടിയുടെ സ്ഥാനാർത്ഥി ആയി വരാൻ കഴിവുള്ള ഒരാൾ എതിർചേരിയിൽ പോകുന്നു എന്നുള്ളത് വലിയ പ്രധാനപ്പെട്ട ഒരു വിഷയം. പണിയെടുക്കുന്നവനെ അംഗീകരിക്കാത്ത പാർട്ടി എങ്ങനെയാണ് ലേബർ പാർട്ടി ആകുന്നത്? നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. കണ്ണൂർ അത് CPM-ന്റെ ഉരുക്ക് കോട്ടയാണ്. പക്ഷേ ഇപ്പോൾ കണ്ണൂരിൽ പലയിടത്തായി സ്ഫോടനങ്ങൾ നടന്നിരിക്കുകയാണ്. ഞാൻ ഉദ്ദേശിച്ചത് CPM-നുള്ളിൽ സ്ഫോടനം നടന്നിരിക്കുന്നു. തളിപ്പറമ്പിൽ കഴിഞ്ഞ ദിവസം വലിയ വെടിയാണ് പൊട്ടിച്ചിരിക്കുന്നത് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെതിരെ തന്നെ. ഈ ഒരു വിഷയത്തിൽ വളരെ വലിയ ചർച്ചകൾ ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇടത് ക്യാമ്പിനെ ഇളക്കി മറിച്ചുകൊണ്ടുള്ള ചർച്ചകളാണ്. ഇത് ഏതെങ്കിലും ഒരിടത്തായിരുന്നുവെങ്കിൽ നമുക്ക് സമ്മതിക്കാമായിരുന്നു. അധികാരമോഹികളുടെ അല്ലെങ്കിൽ പാർട്ടി വിരുദ്ധരുടെ വർഗ വഞ്ചകർ, അത് എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു വാക്കാണല്ലോ, വർഗവഞ്ചകരുടെ ചാഞ്ചാട്ടത്തിന്റെ ഫലമാണ് എന്ന്. പക്ഷേ ഇതിപ്പോൾ പലയിടത്തായിരിക്കുന്നു. ഇടത് കോട്ടകൾ പലതും ഇളക്കി മറിക്കുവാൻ പോകുന്നതായിരിക്കുകയാണ് ഈ സ്ഫോടനങ്ങൾ എന്ന് നമുക്ക് പറയാതെ വയ്യ. പരിശോധിക്കാൻ നമുക്ക് എന്താണ് CPM-നുള്ളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മോടൊപ്പം ചേരുകയാണ് രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് വേണുഗോപാൽ MS. നമസ്കാരം സാർ, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. വളരെ സ്ഫോടനാത്മകമായ ഒരു വാർത്താ സമ്മേളനമാണ് ഇന്നലെ തളിപ്പറമ്പിൽ ശ്രീ TK ഗോവിന്ദൻ നടത്തിയത്. MV ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറിക്കെതിരെ വളരെ ശക്തമായി, സ്ട്രെയിറ്റായി, സ്ട്രോങ് ആയി ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുകയാണ്. PK ശ്യാമളയെ തളിപ്പറമ്പിൽ മത്സരിക്കുവാനുള്ള MV ഗോവിന്ദന്റെ തീരുമാനം അല്ലെങ്കിൽ അത്തരത്തിലൊരു നീക്കം അത് തന്നെയാണ് ചൊടിപ്പിച്ചത് TK ഗോവിന്ദൻ എന്ന സീനിയർ പാർട്ടി മെമ്പറെ. അതിനു മുൻപ് നമ്മൾ പയ്യന്നൂരിൽ കണ്ടു. അവിടെ കുഞ്ഞികൃഷ്ണൻ വലിയ രീതിയിൽ പാർട്ടി അണികൾക്കിടയിൽ പോലും ഉണ്ടായിരുന്ന അമർഷം തുറത്തു കാട്ടിക്കൊണ്ടാണ് വന്നത്. സിറ്റിംഗ് MLA-ക്കെതിരെയാണ് അവിടെ ശബ്ദമുയർത്തിയത്, മധുസൂദനെതിരെ. ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ G സുധാകരൻ, മുതിർന്ന നേതാവ്, വളരെ ശക്തമായി രംഗത്ത് വന്ന അമ്പലപ്പുഴയിൽ, PK ശശി പാലക്കാട്, അതുപോലെ തന്നെ ഇടുക്കിയിൽ അതിനു മുൻപ് തന്നെ രാജേന്ദ്രൻ പാർട്ടി വിട്ടു പോകുന്നു, BJP-യിൽ കയറുന്നു, അവിടെ മത്സരിക്കുന്നു. എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഈ ആരോപണങ്ങളുമായി പാർട്ടിക്കെതിരെ രംഗത്തെത്തിയവരെല്ലാം തന്നെ സ്ഥാനാർത്ഥികളായി, സ്വതന്ത്രരായി രംഗത്തുണ്ട് താനും. ഇടത് ക്യാമ്പിൽ എന്താണ് സംഭവിക്കുന്നത്? എങ്ങനെയാണ് കഴിഞ്ഞ ദിവസത്തെ വാർത്താ സമ്മേളനത്തെ റേറ്റ് ചെയ്യുന്നതെന്ന്? ഞാൻ അന്ന് G സുധാകരൻ പാർട്ടി വിട്ട് നടത്തിയ പത്രപ്രസ്താവന കഴിഞ്ഞപ്പോൾ ഒരു കാര്യം നമ്മുടെ ഈ ഡിസ്കഷനിൽ തന്നെ പറയുകയുണ്ടായി. ഒരു ഭൂകമ്പമാണ് ഉണ്ടായിരിക്കുന്നത്, അത് പ്രഭവ കേന്ദ്രത്തിൽ നിന്ന് ആരംഭിച്ച് വളരെ വിപുലമായി വിവിധ സ്ഥലങ്ങളിൽ തുടർ ചലനങ്ങൾ, ഭൂകമ്പങ്ങൾ ഉണ്ടാക്കും എന്ന് ഞാൻ അന്ന് പറഞ്ഞു. അതെ, അതിന്റെ പ്രകമ്പനങ്ങൾ എല്ലായിടത്തും, പ്രകമ്പനങ്ങൾ ശക്തമായിരിക്കുമെന്നും പറഞ്ഞു. അതെ, അത് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ റേറ്റ് ചെയ്തോളൂ. ഞാനത് പറഞ്ഞത് മറ്റൊന്നും കൊണ്ടല്ല, എനിക്ക് ഈ പാർട്ടിയിലെ അടിത്തട്ടിലുള്ള മിഡിൽ ഭാഗത്തുള്ള ടോപ്പിലുള്ള വരെ പല നേതാക്കളെയും ഇപ്പോഴുള്ളവരെ വളരെ ഭംഗിയായിട്ടൊരു 30 വർഷം കൊണ്ടറിയാം. 1-2 വർഷമല്ല, 30 വർഷമായി. ഓക്കെ, ഇതിലെ ടോപ്പ് ലെവൽ നേതാക്കളെയും മിഡിൽ ലെവൽ നേതാക്കളെയും വളരെ ബോട്ടം ലെവലിൽ പ്രവർത്തിച്ചു വന്നവരെയും ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവരെ അറിയാം. ഓക്കെ, ആ പ്രവർത്തന ശൈലിയിലുള്ള വ്യത്യാസം, അവരിൽ ഉണ്ടാക്കിയിരിക്കുന്ന അസംതൃപ്തികൾ, ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് ഞാനന്ന് ഇതൊരു അമ്പലപ്പുഴയിൽ നിൽക്കുന്ന ഒരു ഭൂകമ്പമല്ല, ഉണ്ടാകും എന്ന് ഞാൻ പറയാൻ കാരണം. ഓക്കെ, അതിപ്പോൾ ശരിയായി വന്നിരിക്കുന്നു എന്നുള്ളത് ഖേദകരമായ ഒരു സത്യമാണ്. സത്യത്തിൽ ഇപ്പോൾ TK ഗോവിന്ദനെ പോലുള്ളവരൊക്കെ മുന്നോട്ട് വന്ന് ഇത്തരത്തിൽ പറയുമെന്ന് ഞാൻ അന്നൊരിക്കലും പ്രതീക്ഷിച്ചില്ല. കാരണം അദ്ദേഹത്തിനെ പോലുള്ളവർ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ MV ഗോവിന്ദനേക്കാൾ
പാർട്ടിയിൽ അടിയുറച്ച പ്രവർത്തകരായിരുന്നവരാണ്, നേതാക്കളായിരുന്നവരാണ്. ടി കെ ഗോവിന്ദൻ പാർട്ടി ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നപ്പോൾ ഏരിയ കമ്മിറ്റി അംഗം മാത്രമായിരുന്നു എം ഇ ഗോവിന്ദൻ. ഉം. അപ്പൊ അവിടെ നിന്ന് ഉയർന്നു പോയി സംസ്ഥാന കമ്മിറ്റി ജനറൽ സെക്രട്ടറി ആയി വരുന്നു എന്ന് പറയുന്നത്, ഇതൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിനകത്ത്. ഓക്കെ. പലതും പലയിടത്തും പുകഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് മാർക്സിസ്റ്റ് പാർട്ടിയിൽ സംഭവിച്ചിരിക്കുന്നത് സർക്കാരിൽ സംഭവിച്ചതുപോലുള്ള ഒരു സിസ്റ്റം ഫെയില്യൂർ ആണ് എന്ന് എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട്. സിസ്റ്റം ഫെയില്യൂർ. ഫെയില്യൂർ, അതായത് അവർ ഇതുവരെ പ്രവർത്തിച്ചു വന്ന രീതിയിൽ നിന്നും വ്യതിചലിച്ചിരിക്കുന്നു ഇപ്പോഴത്തെ നേതൃത്വം. വ്യതിചലിച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല, സിസ്റ്റം പൂർണ്ണമായി ചലിക്കുന്നില്ല. ഇപ്പൊ സിസ്റ്റം ഫെയില്യൂർ എന്ന് പറഞ്ഞാൽ അതാണ്, ടോപ്പിൽ നിന്ന് ഒരു ഓർഡർ ഇട്ടാൽ ബോട്ടം വരെ എത്തുന്നു, അതാണ് സിസ്റ്റം. ഓക്കെ. ബോട്ടത്തിൽ നിന്ന് ഒരു സാധനം അതിന് മറുപടി കൊടുത്താൽ അത് ടോപ്പ് വരെ എത്തുന്നു, പ്രവർത്തനക്ഷമമാകുന്നു. ഓക്കെ. ഈ ലീഡർഷിപ്പ് എന്ന് പറയുന്നത് 50-50 ആണെന്ന് പണ്ട് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞിട്ടുണ്ട്. ജനാധിപത്യത്തിൽ 50-50 ആണ്. അതായത് താഴെ തട്ടിൽ നിന്ന് മുകളിലേക്ക് ചില മെസ്സേജുകൾ കൊടുക്കാനും ചില ലീഡർഷിപ്പുകൾ എടുക്കാനും കഴിയണം. അതാണ് ശ്രീ കുഞ്ഞിക്കണ്ണന്റെ ബുക്കിനെ കുറിച്ച് പറയുമ്പോൾ നേതാക്കളെ അണികൾ തിരുത്തണമെന്ന് അദ്ദേഹം പറഞ്ഞത്. അതൊരു സത്യമാണ്. കാരണം ചില സമയങ്ങളിൽ നേതാക്കളെ അണികൾ തിരുത്തും, ചില സമയങ്ങളിൽ അണികൾ ചെയ്യുന്ന തെറ്റിനെ നേതാവും തിരുത്തും. അതെ, ഈ പ്രോസസ്സ് കറക്റ്റ് ആയിട്ട് നടന്നിട്ടുള്ള പാർട്ടി മാർക്സിസ്റ്റ് പാർട്ടിയാണ്. ഇതിനകത്ത് ആ ഒരു സംവിധാനം വളരെ ശക്തവുമാണ്. ഇന്നലെ നടന്ന വാർത്താ സമ്മേളനത്തിൽ ശ്രീ ടി കെ ഗോവിന്ദൻ ഇതിനെക്കുറിച്ച് കൃത്യമായി പറഞ്ഞിരിക്കുകയാണ്. തീർച്ചയായിട്ടും. അപ്പൊ ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഇത് ഇപ്പോഴത്തെ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നുള്ള വലിയ വീഴ്ചയായി തന്നെയല്ലേ നമ്മൾ കരുതേണ്ടത്? അതായത് സംസ്ഥാനത്ത് ഈ പാർട്ടിക്ക് ഇപ്പോൾ നേതൃത്വം കൊടുക്കുന്നവർ, അതുപോലെ തന്നെ കണ്ണൂരിൽ അല്ലെങ്കിൽ എതിരഭിപ്രായം ഉയർന്നിട്ടും അത് കൃത്യമായി അഡ്രസ്സ് ചെയ്തില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട്. അതെ, തെറ്റുകൾ തിരുത്തുക എന്നുള്ളത് ഒരു പാർട്ടി ശൈലിയാണെന്നാണ് ടി കെ ഗോവിന്ദൻ പറഞ്ഞത്. അത് പഴയ ശൈലിയാണ്, ഇപ്പൊ ഇല്ല. ആ ശൈലി നഷ്ടപ്പെട്ടതാണ് ഈ പാർട്ടിക്ക് വന്ന കുഴപ്പം. തെറ്റുകൾ തിരുത്തപ്പെടാറുണ്ടായിരുന്നു. ടി കെ ഗോവിന്ദൻ പത്രപ്രസ്താവന നടത്തി പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതിൽ പി കെ ശ്യാമള തളിപ്പറമ്പിൽ സ്ഥാനാർത്ഥി ആകരുത് എന്ന് പാർട്ടിക്കകത്ത് നിർബന്ധ ബുദ്ധിയുള്ള അണികളുണ്ടായിരുന്നു, പ്രവർത്തകരുണ്ടായിരുന്നു, പാർട്ടി ഘടകങ്ങളുണ്ടായിരുന്നു. അതെ അതെ. അദ്ദേഹം പറഞ്ഞത് പാർട്ടി സെക്രട്ടേറിയറ്റിൽ ഈ പേര് വന്നപ്പോൾ തന്നെ വിമർശനമുണ്ടായിരുന്നു. ശരിയാണ്. വേറെ 3 പേരുകൾ കൂടി അവിടെ വന്നിരുന്നു. ഓക്കെ. അത് കഴിഞ്ഞ് താഴെ രണ്ടാമത് DC-യിൽ വന്നപ്പോൾ ഈ പേരിനെ ബഹുഭൂരിപക്ഷവും എതിർത്തു. അപ്പോഴും ഒരു മാറ്റം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചു. അത് കഴിഞ്ഞ് ഇത് നേരെ മണ്ഡലം കമ്മിറ്റിയിലേക്ക് വന്നു. പിന്നെ ഏരിയയിലേക്ക് വന്നപ്പം അവിടെയും ശക്തമായ വിമർശനമായിരുന്നു. ആ വിമർശനവും ഉൾക്കൊണ്ടില്ല. വിമർശനം എന്നല്ല, ഈ സ്ഥാനാർത്ഥി ഇവിടെ പറ്റില്ല. ആന്തൂറിൽ നടന്ന പ്രശ്നങ്ങൾ, ശ്രീ സാജന്റെ അടക്കമുള്ള പ്രശ്നങ്ങളിൽ അന്നുണ്ടായ അതൃപ്തി തളിപ്പറമ്പ് മണ്ഡലത്തിൽ ആകെ പൊഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ സ്ഥാനാർത്ഥി വിജയിക്കാൻ സാധ്യതയില്ല എന്ന വിലയിരുത്തൽ അവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ആ സ്ഥാനാർത്ഥിയെ വീണ്ടും കൊണ്ടുവരിക. അത് മാത്രമല്ല, 3 പ്രാവശ്യം തുടർച്ചയായിട്ട് MLA ആയിരുന്ന എം ഇ ഗോവിന്ദൻ 4ാമത്തെ പ്രാവശ്യം ഭാര്യയെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കുന്നു. അപ്പൊ തനിക്കിപ്പോ ആകാൻ പറ്റാത്തതുകൊണ്ട് എന്നാൽ എൻ്റെ വീട്ടിൽ നിന്ന് ഒരാള് എന്ന സ്ഥിതിയിലേക്ക് വരുന്നത് പാർട്ടിയുടെ ശൈലിക്ക് ശരിയല്ല എന്നും വിമർശനം ഉണ്ടായെന്നാണ് ടി കെ ഗോവിന്ദൻ പറയുന്നത്. ഞാനും ഭാര്യയും എന്ന ഒരു മുദ്രാവാക്യം ഈ പാർട്ടിയിൽ പതിവില്ലാത്തതാണ്, അതിപ്പോ വന്നിരിക്കുന്നു. അതിലൊരു കാര്യം പറയുന്നത്, നേരത്തെ സാർ പറഞ്ഞില്ലേ, ഈ താഴെ തട്ടിൽ നിന്നും ഒരു തീരുമാനമെടുത്താൽ അല്ലെങ്കിൽ ഒരു നടപടി എടുത്താൽ അത് മുകളിലെ തട്ടിലേക്ക് പോകണം എന്നാണ്. താഴെ തട്ടിൽ നടന്ന ചർച്ച മുകളിലേക്ക് പോയില്ല. അവിടുന്ന് പിന്നെ തിരിച്ച് ഈ തട്ടുകളെല്ലാം നടന്നു പോയപ്പോഴും അവസാനത്തെ തട്ടിൽ വലിയ വിമർശനം നടന്നു എന്ന് പറഞ്ഞു. വിമർശനം നടന്നപ്പം എം ഇ ഗോവിന്ദൻ ആ കമ്മിറ്റിയിൽ വരേണ്ട ആളല്ല, എന്നിട്ട് പോലും ആ കമ്മിറ്റിയിൽ വന്ന് ഇരിക്കുകയും, ഏത് കമ്മിറ്റിയിലും പാർട്ടി സെക്രട്ടറിക്ക് പങ്കെടുക്കാം, പക്ഷേ എങ്കിലും സാധാരണഗതിയിൽ മണ്ഡലം കമ്മിറ്റിയിലെ ഒരു ചർച്ചയ്ക്ക് സംസ്ഥാന സെക്രട്ടറി വരുന്നതല്ല. പക്ഷെ എന്നിട്ടും അദ്ദേഹം വന്നിരിക്കുകയും ടി കെ ഗോവിന്ദൻ അപ്പുറത്തിരിക്കുകയും പാർട്ടി അണികളിൽ നിന്ന് ശക്തമായ എതിർപ്പുകൾ പ്രവർത്തകരിൽ നിന്ന് നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതൊന്നും തടുക്കണ്ടേ എന്ന് എം ഇ ഗോവിന്ദനോട് ചോദിച്ചപ്പോൾ വേണ്ട, അത് നടന്നോട്ടെ, കാരണം ഇങ്ങനെ കുറച്ച് പറഞ്ഞു കഴിയുമ്പോൾ ഇത് ആവിയായി പോകുമെന്നാണ് അദ്ദേഹം വിചാരിച്ചത്. മനസ്സിലായില്ലേ? ഈ ചർവിത നിർവ്വഹണം കുറെ അടിച്ചു കഴിയുമ്പോൾ അതിന്റെ ഗ്യാസ് പോകും, അങ്ങനെയാണ് അദ്ദേഹം കരുതിയത്. പക്ഷേ ഗ്യാസ് പോയില്ല, അവിടെ നിൽക്കുകയായിരുന്നു. അപ്പൊ അത് സംസ്ഥാന കമ്മിറ്റിയിൽ പോയി പിന്നെ ഒറ്റപ്പേരായി പി കെ ശ്യാമള വന്നപ്പോൾ അതവിടെ മണ്ഡലത്തിൽ ആകെ പുകയുന്നുണ്ടായിരുന്നു. പക്ഷേ എന്ത് പുകഞ്ഞാലും ഈ പാർട്ടിക്കകത്ത് ഇത് ഒതുക്കി നിർത്താമെന്നുള്ള ഒരു പഴയതെന്ന് വെച്ചാൽ കുറച്ച് നാളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ശൈലിയുണ്ട്. ആ ശൈലിയിൽ ഇപ്പോഴും പോകാമെന്ന് വിചാരിച്ചപ്പോൾ തെറ്റിപ്പോയി എന്നുള്ളതാണ്.
അതെ, ഇത് കാരണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സിസ്റ്റം ഫെയിലിയർ എന്ന്. കാരണം മുമ്പാണെങ്കിൽ താഴെത്തട്ടിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ മുകളിലെത്തുകയും മുകളിലത് പരിഗണിക്കുകയും ശരിയെങ്കിൽ പിന്നെ ഒന്ന് വേണമെങ്കിൽ ചിലപ്പോൾ തിരിച്ചുകൂടെ ഒന്നുകൂടെ വിടാം, ഒന്നുകൂടെ അതൊന്ന് മണ്ഡലം കമ്മിറ്റി പോയിട്ട് അവിടെ ഒന്നുകൂടെ പരിശോധിച്ചിട്ട് വരട്ടെ, പിന്നെയും അതാണെങ്കിൽ തിരുത്തുകയാണ് പൊതുവെ പതിവ്. പക്ഷെ ഇതല്ല, ഇതിനെ എല്ലാം അവഗണിച്ചുകൊണ്ട് ലിസ്റ്റ് വരികയാണ് ചെയ്തത്. അതെ, ആ ലിസ്റ്റ് വന്നപ്പോൾ ഞെട്ടിപ്പോയി. അപ്പോൾ ഈ സിസ്റ്റം ഫെയിലിയർ എന്താണ് ശരിക്ക്? സിസ്റ്റം ഫെയിലിയർ എന്ന് പറയുന്നത് 40,000-ഓളം ബ്രാഞ്ച് കമ്മിറ്റികളുണ്ട്. ഈ ബ്രാഞ്ച് കമ്മിറ്റികൾ ഇതൊരു വലിയ ട്രെയിൻ പോലെ പ്രവർത്തിക്കുന്നതാണ്, അതിൻ്റെ ചക്രങ്ങളാണ്. ഈ ചക്രങ്ങൾ കറങ്ങിക്കൊണ്ട് പോകുമ്പോൾ, ചെറിയ തോതിലാണെങ്കിൽ അത് കറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് മുമ്പിൽ നിൽക്കുന്ന എഞ്ചിനും കൂടെ കുറച്ചുകൂടെ പുഷ് പുള്ളെന്ന് പറഞ്ഞ പോലെ തള്ളിക്കൊണ്ട് പോകാനായിട്ടുള്ള ശക്തി കിട്ടുന്നത്. ഇന്നത് പോയിരിക്കുന്നു. ഇന്ന് മുകളിൽ ഫ്രണ്ടിൽ ശക്തമായൊരു എഞ്ചിനുണ്ട്, പിണറായി വിജയൻ എന്ന എഞ്ചിനുണ്ട്. ആ എഞ്ചിൻ കറക്കുമ്പോൾ മറ്റ് ചില വീലുകൾ കറങ്ങിയില്ലെങ്കിലും അതിനെ വലിച്ചുകൊണ്ട് പോകാനുള്ള ത്രാണി ഈ പാർട്ടി സംവിധാനത്തിനുണ്ട്. പക്ഷെ അവിടെ നമ്മൾ സിസ്റ്റം ഫെയിലിയർ ഉണ്ടാവുകയാണ്. ചില വീലുകൾ കറങ്ങാതിരിക്കും, എന്ത് പറ്റും? ആ വീലിന് തേയ്മാനം ഉണ്ടാവും. അങ്ങനെ തേയ്മാനം ഉണ്ടായാൽ എന്ത് പറ്റും? ഇതൊന്നുകിൽ എവിടെയെങ്കിലും ബ്രേക്ക് ഡൗൺ ആയി നിൽക്കും, ഇല്ലെങ്കിൽ ഡീറെയിൽ ചെയ്യും, പാളം തെറ്റിപ്പോവും. പാളം തെറ്റിപ്പോകുന്ന അവസ്ഥയിലായിട്ടുണ്ടോ എന്നാണ് ടി കെ കോന്നൻ ചോദിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പാടില്ലാത്ത പലതും വന്നുകൊണ്ട് ഇത് ബംഗാളിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായി മാറുമോ എന്നവർ ഭയക്കുന്നതായിട്ടാണ് അവർ പറയുന്നത്. ആ ഭയമാണ് അവരെയൊക്കെ തിരുത്താനായിട്ട് ഇത് പ്രേരിപ്പിക്കുന്നതെന്നാണ് അവരുടെ വ്യാഖ്യാനവും. എടുത്ത് പറയുന്ന മറ്റൊരു ആരോപണം അവിടെ നിലനിൽക്കുന്നത്, പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ വിമർശനമായി ഉയർന്നു നിൽക്കുന്നതായി ശ്രീ ടി കെ ഗോവിന്ദൻ പറഞ്ഞത് ആന്തൂരിലെ സാജന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. നമുക്കെല്ലാം അറിയാം, ആന്തൂരിലെ സാജൻ ആത്മഹത്യ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് പി കെ ശ്യാമള മുനിസിപ്പാലിറ്റി അധ്യക്ഷയായിരിക്കുന്നിടത്തോളം കാലം, ഞാൻ ഈ കസേരയിൽ ഇരിക്കുന്നിടത്തോളം കാലം നിനക്ക് ഈ അനുമതി ലഭിക്കില്ല എന്നതാണ് സാജന്റെ മരണത്തിന്റെ പ്രധാന കാരണം. കാരണം ആന്തൂർ എന്ന് പറയുന്നത്, മലപ്പട്ടം എന്ന് പറയുന്നതൊക്കെ നമുക്കറിയാം. കഴിഞ്ഞ തവണ പോലും എതിരില്ലാതെ പാർട്ടിയിൽ പഞ്ചായത്ത് മെമ്പർമാർ തിരഞ്ഞെടുക്കുകയാണ്. പാർട്ടി ഇലക്ഷൻ ഡിക്ലെയർ പിന്നെ ഇലക്ഷൻ കമ്മീഷൻ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യുന്നു. അത് കഴിഞ്ഞാൽ സ്ഥാനാർത്ഥിയെ പിൻവലിക്കാനുള്ള സമയം കഴിയുമ്പോൾ തന്നെ ഒരാളെ ഉള്ളൂ എന്ന് പറഞ്ഞ് അവിടെ സ്ഥാനാർത്ഥികൾ വിജയിച്ചതായി പ്രഖ്യാപിക്കുന്ന സ്ഥലമാണ് ഈ ആന്തൂറും മലപ്പട്ടവും ഒക്കെ. അവിടെ സാജൻ അറിയാം, അവിടെ ഒരു തീരുമാനം നഗരസഭാ ചെയർപേഴ്സൺ എടുത്താൽ അത് അന്തിമമായിരിക്കും. എന്റെ കഥ കഴിഞ്ഞു, ഞാൻ ഇത്രയും നാളും സമ്പാദിച്ചുകൊണ്ട് വന്ന സ്വത്ത് മുഴുവൻ ഇവിടെ കൊണ്ടുവന്ന് ഇൻവെസ്റ്റ് ചെയ്ത് വേസ്റ്റ് ആക്കാൻ പോവുകയാണ്, ഇനി ജീവിച്ചിരുന്നിട്ട് കഥയില്ല എന്ന് തോന്നുന്ന അവസ്ഥയിലേക്ക് എത്തി. ഇതാണ് അവിടുത്തെ ജനതയ്ക്ക്. അപ്പൊ ആന്തൂരിലെ സാജൻ എന്ന് പറയുന്നത് വെറും ഒരു ഇൻവെസ്റ്റർ അല്ല. അദ്ദേഹം പാർട്ടിയോട് എന്നും കൂറ് പുലർത്തി പാർട്ടിക്ക് വേണ്ടി സംഭാവനയും മറ്റു കാര്യങ്ങൾ, തന്നാലാവുന്ന സേവനങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു പാർട്ടി കുടുംബാംഗമാണ്. അവിടെയാണ് പ്രത്യേകത. നമ്മുടെ ADM നവീൻ ബാബുവിന്റെ കഥ പറഞ്ഞ പോലെയാണ്. പാർട്ടി അംഗം, പാർട്ടി കുടുംബം, അതിലെ ആൾക്കാണ് ഇങ്ങനെ സംഭവിച്ചത് എന്നുള്ളതാണ് അവിടുത്തെ പാർട്ടിക്കാരെ. ഞാനൊന്ന് ചോദിച്ചോട്ടെ, നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള കേസ് പുനരന്വേഷണത്തിന് കോടതി വന്നിരിക്കുന്നു. PP ദിവ്യയുടെ ടെലിഫോൺ രേഖകൾ പരിശോധിക്കണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. തീർച്ചയായിട്ടും അന്ന് അന്വേഷണം ശരിയല്ല എന്ന് ശക്തമായ ആരോപണം ഉയർന്നിരുന്നു. തീർച്ചയായിട്ടും ആ ആരോപണം വഴിതെറ്റിച്ചു വിട്ടു എന്ന് പറഞ്ഞിരുന്നു. ഈ ഒരു വിഷയത്തിലും ഒരു പുനരന്വേഷണത്തിന് സാധ്യതയുണ്ടോ എന്ന ഒരു സംശയമാണ് പലരും ഇപ്പോൾ ചോദിക്കുന്നത്. ആരെങ്കിലും കോടതിയിൽ പോയാൽ പുനരന്വേഷണത്തിന് സാധ്യത വരുമെന്നുള്ളതാണ് ഇപ്പോൾ ടി കെ ഗോവിന്ദൻ അടക്കം പറയുന്നത്. കാരണം അദ്ദേഹം അതിന് പബ്ലിക്കായിട്ട് പറയുമ്പോൾ ഒഴിഞ്ഞു മാറിയെങ്കിലും ഉള്ളിൽ അതേ കാര്യങ്ങൾ തന്നെയാണ് സൂചിപ്പിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ പിന്നെ നമ്മുടെ ADM നവീൻ ബാബുവിൻ്റെ വിഷയത്തിൽ വന്നത് എന്താണ്? അന്നേ അവർ ഉന്നയിച്ചിരുന്നു, ഈ SP-യുടെ അന്വേഷണം ശരിയല്ല, ഇദ്ദേഹം അന്വേഷിക്കുന്നത് ശരിയാകുന്നില്ല എന്ന് പറഞ്ഞു. അന്ന് കോടതി അതിനെ മുഖവിലേക്ക് എടുത്തില്ല. പക്ഷേ അയാൾ റിട്ടയർ ചെയ്തപ്പോൾ പാർട്ടി അംഗമായി, പാർട്ടി പ്രവർത്തകനായി, പാർട്ടി സ്ഥാനാർത്ഥിയായി, ഇപ്പോൾ വിജയിച്ച് അവിടുത്തെ പഞ്ചായത്ത് മെമ്പറായി, അപ്പോൾ കൗൺസിലറായി. അപ്പോൾ കൗൺസിലറായി വന്നപ്പോഴാണ് ഇത് കോടതി കൊണ്ട് കാണിച്ചു, കണ്ടോ ഞങ്ങൾ അന്നേ പറഞ്ഞില്ലേ ഇയാൾ പാർട്ടിസ്ഥാനാണ്, പാർട്ടിയുടെ ആളാണ്, ഇയാൾ ഞങ്ങൾക്കെതിരെ നിൽക്കുള്ളൂ എന്ന് പറഞ്ഞില്ലേ എന്ന് ചോദിച്ചപ്പോൾ കോടതിക്ക് ഉത്തരവില്ല. ശരിയാണ്. അപ്പോൾ ഇതാണ് സിസ്റ്റം ഫെയിലിയറിന്റെ, ഈ സർക്കാർ സർവീസിനകത്ത് നടക്കുന്ന സിസ്റ്റം ഫെയിലിയറിന്റെ കുഴപ്പം ഇതാണ്. കാരണം അവിടെ പാർട്ടിക്കാരനാക്കി കഴിഞ്ഞാൽ സിസ്റ്റം ഫെയിലിയർ ആവും. അവിടെ എല്ലാവർക്കും വേണ്ടി നിൽക്കുന്ന ഒരു സംവിധാനം വേണം. ചീഫ് സെക്രട്ടറി മുതൽ താഴെ പിയൂണ് വരെയുള്ളവർ ആ സംവിധാനത്തിൽ ഇംപാർഷ്യൽ ആയിരിക്കണം. അതാണ് സർക്കാർ ഉദ്യോഗസ്ഥന്റെ ഒരു മുഖമുദ്ര. അവിടെ നമ്മൾ പാർട്ടി ഗ്രാമങ്ങൾ, സെക്രട്ടേറിയറ്റിനകത്തും പിന്നെ ജില്ലാ കേന്ദ്രങ്ങളിലും ഓരോ ഓഫീസിലും പാർട്ടി ഗ്രാമങ്ങൾ സൃഷ്ടിക്കാൻ പോയാൽ സിസ്റ്റം ഫെയിലിയർ വരും. അതാണ് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ വന്നത്, അതാണ് മറ്റു പല ഡിപ്പാർട്ട്മെന്റിലും കണ്ടുകൊണ്ടിരിക്കുന്നത്.
ഈ സിസ്റ്റം ഫെയിലിയർ ഇന്ന് പാർട്ടിക്കകത്ത് വന്നിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് പ്രകമ്പനങ്ങൾ പലയിടത്തുണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന്. ഇന്നലത്തെ പത്രസമ്മേളനം ഈ ഒരു പത്രസമ്മേളനത്തിൽ മാത്രം അവസാനിക്കാനുള്ള സാധ്യത എത്രത്തോളമാണ്? കാരണം എം വി ഗോവിന്ദൻ, ഭാര്യ പി കെ ശ്യാമള ആന്തൂർ വിഷയത്തിൽ അവർക്കെതിരെയും ആരോപണം ഉന്നയിച്ചിരിക്കുകയാണ്. അതായത് എം വി ഗോവിന്ദനെതിരെ സ്വജനപക്ഷപാതം, പി കെ ശ്യാമളയ്ക്കെതിരെ ഗുരുതര ആരോപണം വന്നിരിക്കുന്നു. അതുകൂടാതെ മകനെതിരെയും ഉണ്ട് ആരോപണം. ശ്യാം അപ്പോൾ അദ്ദേഹത്തിന് സിനിമയുമായി ബന്ധമുണ്ട്. അവിടെ അവിടെ ഹാപ്പിനെസ് ഫെസ്റ്റിവൽ നടത്തി. അതിൽ അതിൽ കോടികളുടെ സിനിമാ താരങ്ങൾ വന്നത്, സിനിമാ താരങ്ങളെ എത്തിച്ചത്, അതിന്റെ ഫണ്ട്. ടി കെ ഗോവിന്ദൻ പറയുന്നത് അതാണ്. പാർട്ടിയിൽ മുമ്പ് ഒരു ഓഡിറ്റിംഗ് ഉണ്ടായിരുന്നു. പാർട്ടി MLA അസംബ്ലിയിൽ നിന്നുള്ള അല്ല MLA ഫണ്ട് ഉപയോഗിക്കുമ്പോൾ അതിനൊരു അസംബ്ലി കമ്മിറ്റി ഉണ്ടാക്കും. ആ കമ്മിറ്റി പാർട്ടി ഫണ്ട് എങ്ങനെ അസംബ്ലി ഫണ്ട് എങ്ങനെ വിനിയോഗിക്കണമെന്ന് പാർട്ടി തീരുമാനിക്കും. എന്നിട്ട് പാർട്ടി പറയുന്ന സ്ഥലങ്ങളിലായിരിക്കും ആ ഇൻവെസ്റ്റ്മെന്റുകൾ നടത്തുക. എന്നിട്ട് അതിന് ഓഡിറ്റിംഗ് ഉണ്ടായിരിക്കും. പാർട്ടിയിൽ നിന്നുള്ള ഒരു ഓഡിറ്റ് ചെയ്യും. ഓഡിറ്റ് ശരിയായിരിക്കണം. ഇതിപ്പോ രക്തസാക്ഷി ഫണ്ടിന് ഓഡിറ്റ് നടത്തുന്നില്ല, ആ ഓഡിറ്റിൽ തിരിമറി. അതാണല്ലോ TI മധുസൂദന്റെ സ്ഥാനാർത്ഥിത്വത്തെ ചോദ്യം ചെയ്യുന്നത്. ഏറ്റവും വലിയ പ്രശ്നമായിരിക്കുന്നത് അതാണ്. രണ്ടാമത്തേത് പിന്നെ ഇപ്പോൾ MLA ഫണ്ട്, ഇപ്പോൾ എം വി ഗോവിന്ദന്റെ അടക്കമുള്ള MLA ഫണ്ടിൽ അവർ ചോദിച്ചിരിക്കുകയാണ്. അപ്പൊ ഈ ആ ക്രമക്കേട് മറച്ചു വെക്കാൻ കൂടിയല്ലേ, അല്ലെങ്കിൽ ഒട്ടേറെ ക്രമക്കേട് അതുപോലെ ഉണ്ടായിരുന്നിരിക്കാം എന്നുള്ളതാണ് ആരോപണം വരുന്നത്. അതാണ് ആരോപണം വരുന്നത്. ഇതുപോലെ തന്നെ ഇപ്പം ഈ തിരിമറികൾ പാർട്ടിയിൽ സാധാരണഗതിയിൽ ഇല്ലാത്തതാണ്. കോപ്പറേറ്റീവ് പിന്നെ സൊസൈറ്റിയിൽ പാർട്ടി കയറിയിട്ട് അവിടെ പാർട്ടി ഫണ്ട് തിരിമറി, പാർട്ടിയുടെ ബിൽഡിംഗ് ഫണ്ട് വന്നിട്ട് അതിൽ തിരിമറി, പാർട്ടിക്കും യൂണിയനും ഒക്കെ പിരിക്കുന്ന പണത്തിൽ തിരിമറി. ഇങ്ങനെ തിരിമറികൾ പലതും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊന്നും ഓഡിറ്റ് ചെയ്യപ്പെടുന്നില്ല. പാർട്ടിക്കകത്ത് അങ്ങനെ ഒരു സംവിധാനം ഉണ്ട്. സംവിധാനം മരവിപ്പിച്ച് നിർത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ടി കെ ഗോവിന്ദന്റെ പരാതി. അതെ, ഇത് തന്നെയാണ് കുഞ്ഞികൃഷ്ണന്റെയും പരാതി. കുഞ്ഞികൃഷ്ണൻ ഇതിനെ രക്തസാക്ഷി ഫണ്ടാണ് പറയുന്നത്. കുറച്ചുകൂടെ ഗുരുതരമായിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് അദ്ദേഹം പുസ്തകം എഴുതിയത് പാർട്ടിയിലെ അണികൾ നേതൃത്വത്തെ തിരുത്തണം എന്ന് പറയുന്നത്. ഗുരുതരമായ ഒരു പ്രശ്നമാണത്. ഇവിടെ പറയുന്ന, അതായത് ടി കെ ഗോവിന്ദൻ പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്. അതായത് ആന്തൂർ സാജന്റെ ആത്മഹത്യക്ക് പിന്നാലെ നടന്ന വലിയൊരു ജനകീയ വിമർശനം അവിടെ ശക്തമായിരുന്നു. ജനങ്ങൾക്കിടയിൽ വളരെ ശക്തമായ ഒരു അമർഷം പുകഞ്ഞു പൊന്തി നിൽക്കുന്ന സാഹചര്യത്തിൽ ഒരു വിശദീകരണ യോഗം നടത്തണ്ടേ എന്നുള്ളൊരു ചോദ്യം വരികയും വിശദീകരണ യോഗത്തിന് ചെല്ലുമ്പോൾ ജനങ്ങളുടെ വികാരം വളരെ ശക്തമായി പാർട്ടിക്കെതിരെ ഉയർന്നു വന്നതുകൊണ്ട് തന്നെ, പി കെ ശ്യാമളയ്ക്കെതിരെ ഉയർന്നു വന്നതുകൊണ്ട് തന്നെ അവരെ ന്യായീകരിച്ചുകൊണ്ട്, അവരെ ഡിഫെൻഡ് ചെയ്തുകൊണ്ട് നിൽക്കാൻ സാധിക്കില്ല. അപ്പോൾ അന്ന് വേണ്ട നടപടി സ്വീകരിക്കാമെന്ന്, പോലീസ് അന്വേഷണം അടക്കമുള്ള നടപടികൾ സ്വീകരിക്കാമെന്ന് ഉറപ്പ് കൊടുത്തു. പി ജയരാജൻ അടക്കം ഉള്ളവർ അവിടെ വന്ന് പ്രസ്താവന നടത്തി. അന്ന് ഞാനും ആ പ്രസ്താവനയെ അനുകൂലിച്ച് പറഞ്ഞു. കാരണം അല്ലെങ്കിൽ ഞങ്ങൾക്ക് ജനങ്ങളുടെ മുമ്പിൽ നിന്ന് പോരാൻ പറ്റില്ല. ജനരോഷം അങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്ന, അത് വളരെ പാർട്ടിയിലെ നല്ല പ്രവർത്തകന് മാത്രം പിടികിട്ടുന്ന ചില കാര്യങ്ങളാണ്. ഞാൻ ഓഡിയൻസ് എന്താണ് ചിന്തിക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവിടുത്തെ തീ അണയ്ക്കാൻ നടത്തുന്ന ഒരു സന്ദേശം, ആ സന്ദേശം ഞങ്ങൾ കൊടുത്തതാണ്. പക്ഷെ അതിൽ വേണ്ട രീതിയിൽ ഉണ്ടായില്ല. അപ്പൊ അത്തരത്തിൽ അന്ന് ആ ഒരു സംഭവത്തിൽ തെറ്റുകൾ അല്ലെങ്കിൽ സംഭവത്തെക്കുറിച്ച് വിശദമായി അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കാമെന്ന് പറഞ്ഞ പി ജയരാജനും ടി കെ ഗോവിന്ദൻ മാസ്റ്ററും ഒക്കെ തന്നെ പിന്നീട് എം വി ഗോവിന്ദൻ മാസ്റ്ററുടെ ശത്രു പക്ഷത്തായി വന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് അവരുടെ രാഷ്ട്രീയ ഭാവിയും വെള്ളത്തിലായി പലപ്പോഴും എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. അതെ, അദ്ദേഹം ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ കൃത്യമായി പറഞ്ഞു. പി ജയരാജനെ വടകരയിൽ കൊണ്ടുപോയി തോൽപ്പിച്ചു. ഈ കോൺസെൻട്രേഷൻ ക്യാമ്പുണ്ട്, പാർട്ടിക്കും കോൺസെൻട്രേഷൻ ക്യാമ്പുണ്ട്. ഇപ്പോൾ ശൈലജ ടീച്ചറെ മര്യാദ പഠിപ്പിക്കാൻ കൊണ്ടുപോയതും വടകരയാണ്. 1,10,000 ഇവിടെ വൻ ഭൂരിപക്ഷത്തിലല്ലേ ജയിച്ചത് മട്ടന്നൂര് കഴിഞ്ഞ തവണ. ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം, കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷമുള്ള പാർട്ടി സഖാവ് ശൈലജ ടീച്ചറാണ്. അപ്പൊ അതൊന്ന് കുറച്ച് കാണിക്കാൻ ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പിൽ ഇട്ട് കൊടുത്തു. വടകരയിൽ അങ്ങനെ ഷൈൻ ചെയ്യണ്ട. വടകരയിൽ പോയി അവിടെ ഷാഫി പറമ്പിലിന്റെ മുമ്പിൽ 1,19,000 വോട്ടിനാണ് തോറ്റത്. വലിയ ചെറിയ പരാജയമൊന്നുമല്ല, ജയിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ടിട്ടതാണ്. ഇപ്പൊ വീണ്ടും ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പിൽ കൊണ്ടിട്ടിരിക്കുന്നു പേരാവൂരിലേക്ക്. മട്ടന്നൂരിൽ വൻ ഭൂരിപക്ഷം നേടി, എന്നാ പിന്നെ പേരാവൂരിലും അതുപോലെ ഭൂരിപക്ഷം നേടി കാണിച്ചേ എന്ന് പറഞ്ഞു കൊണ്ടിട്ടിരിക്കുകയാണ്. അതും വേറൊരു കോൺസെൻട്രേഷൻ ക്യാമ്പ് ആവുമെന്ന് ശൈലജ ടീച്ചർക്ക് ഭയമുള്ളത് കൊണ്ട്, ഒരിക്കൽ തോറ്റതാണ്, ആ ഭയമുള്ളത് കൊണ്ടാണ് അവർ ഒന്ന് പതറിയത്. പക്ഷെ പിന്നെ അവർ ടി കെ ഗോവിന്ദനാകാൻ തയ്യാറില്ല. അതുകൊണ്ട് അവർ പറഞ്ഞു, പാർട്ടി എവിടെ പറഞ്ഞാലും ഞാൻ മത്സരിക്കും, ഞാൻ പോകുന്നു. ഓക്കെ. അല്ല, ഇത് ഇത്തരത്തിലുള്ള വളരെ
ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് വന്നിരിക്കുന്നത്. അദ്ദേഹം പിന്നെ മറ്റൊന്നു കൂടി കാലേകൂട്ടി പറയുകയും ചെയ്തു. അതായത് ഇനിയിപ്പോൾ വർഗവഞ്ചകൻ എന്ന വിളി കേൾക്കേണ്ടി വരും. പക്ഷേ വർഗവഞ്ചകൻ ആര്? അതായത് തൊഴിലാളി വർഗത്തിന് വഞ്ചിക്കുന്നവരെയാണ് വർഗവഞ്ചകൻ എന്ന് അത് പറയുന്നത്. കുഞ്ഞികൃഷ്ണൻ പറഞ്ഞതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ആ. കുഞ്ഞികൃഷ്ണൻ പറഞ്ഞ് 4 തരത്തിൽ സാധനം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആ, ഒന്ന് വർഗവഞ്ചകൻ, ഓക്കെ. പിന്നൊന്ന് കോടാലിക്കൈ, ആ, പിന്നെ ഒറ്റുകാരൻ, ആ. പിന്നെ അതിനെ അടുത്തതാണ് കുലംകുത്തി. കുലംകുത്തി. ഈ 4 സാധനങ്ങൾ സൗകര്യം അനുസരിച്ച് ഇങ്ങനെ ഓരോരുത്തരുടെ മേൽ ചാർത്തിക്കൊണ്ടിരിക്കും. ഇത് നമ്മുടെ വിജയൻ മാഷ് പണ്ട് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ആരോടെങ്കിലും അധികമായ വ്യക്തിപ്രേമം തോന്നിക്കഴിഞ്ഞാൽ അയാൾ എന്ത് തെറ്റ് ചെയ്താലും അതെല്ലാം ശരിയായി തോന്നുമെന്ന് പറയും. ഇതൊരു വലിയ കഷ്ടകാലം പിടിച്ച സമയമാണ്. ഏത് തെറ്റ് ചെയ്താലും അത് ശരിയായി തോന്നും. ഇഷ്ടമില്ലാത്തവനോ തിരിച്ചുമാണ്. അതെ. ഏത് ശരി ചെയ്താലും അത് തെറ്റായിട്ട് തോന്നും. തോന്നും. ഇയാൾ പറയുന്നത് ഇപ്പോൾ ടി കെ ഗോവിന്ദൻ ശരി പറഞ്ഞാലും തെറ്റായിട്ട് തോന്നുമെന്നാണ് പിന്നെ നമ്മുടെ വിജയൻ മാഷ് പണ്ട് പറഞ്ഞിട്ടുള്ളത്. അതെ. അത് നമ്മുടെ എല്ലാവരുടെയും സ്വഭാവത്തിൽ ഉള്ളതാണ്. പക്ഷെ ഇത് മാർക്സിസ്റ്റ് പാർട്ടിയിൽ ഇച്ചിരി കൂടുതലാണ്. ആര് തങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണോ അവര് തെറ്റ് ചെയ്താലും ശരിയാണ്, അവര് വ്യഭിചാരം നടത്തിയാലും ശരിയാണ്, അവർ പീഡനം നടത്തിയാലും ലൈറ്റ് ആയിട്ടുള്ള പീഡനമാണ്, അവര് അഴിമതി നടത്തിയാലും അത് വളരെ നിസ്സാരമായ ഒരു ചെറിയ മിസ്റ്റേക്ക്, ഒരു പാകപ്പഴ എന്ന് പറയുന്നത്. ഇതും പറയില്ല സർ, എന്നും പറയില്ല. അതൊരു ശരിയാണെന്ന് തന്നെയാണ് വരുന്നത്. ഇതാണ് വിജയ മാഷ് പറഞ്ഞ ശരിയായ വിലയിരുത്തൽ. ടി കെ ഗോവിന്ദൻ പറഞ്ഞതിന് അപ്പുറത്തേക്ക് തന്നെയാണ് അങ്ങ് പറഞ്ഞതുപോലെ കുഞ്ഞികൃഷ്ണൻ എന്ന പയ്യന്നൂരിന്റെ മുതിർന്ന നേതാവ് പറഞ്ഞത്. സത്യം പറഞ്ഞതിന് അദ്ദേഹത്തെ പുറത്തേക്ക് പോകേണ്ടി വന്നു. അവിടെ ആരോപണ വിധേയനായ മുൻ MLA തന്നെ ആ ഒരു സീറ്റ് ഡിഫെൻഡ് ചെയ്യാനായി ഇപ്പോൾ പാർട്ടി നിയോഗിച്ചിരിക്കുകയുമാണ്. മധുസൂദൻ, ടി ഐ മധുസൂദനെ വീണ്ടും നിയോഗിച്ചിരിക്കുകയാണ്. അപ്പൊ അവിടെയാണ് കുഞ്ഞികൃഷ്ണൻ അതെ രംഗപ്രവേശനം ചെയ്യുന്നത്. ചിലപ്പോൾ കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ കോൺഗ്രസ് പിന്തുണയോടുകൂടി മത്സരിക്കാൻ പോകുന്നത്. അതെ, അവിടെ സ്വതന്ത്രമായി മത്സരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ആര് പിന്തുണ നൽകിയാലും സ്വീകരിക്കുമെന്നും പറയുന്നുണ്ട്. പക്ഷേ ഇതൊന്നും തന്നെ നമുക്ക് ഒരു അധികാരമോഹം എന്ന് പറയാൻ സാധിക്കില്ല ഈ ഒരു വിഷയത്തിൽ. കുഞ്ഞികൃഷ്ണൻ പക്ഷേ പാർട്ടി അങ്ങനെയല്ല കാണുന്നത്. വർഗവഞ്ചകനായോ പറഞ്ഞു കഴിഞ്ഞു. എല്ലാം അങ്ങനെയാണ്. ടി കെ ഗോവിന്ദൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വർഗവഞ്ചകൻ എന്ന് വിളിക്കും. പക്ഷെ ആരാണ് വർഗവഞ്ചകൻ എന്നും അദ്ദേഹം വിശദീകരിക്കുകയുണ്ടായി. പക്ഷേ തൊട്ടടുത്ത നിമിഷം തന്നെ MV ജയരാജൻ അദ്ദേഹത്തെ വർഗവഞ്ചകൻ എന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തു. ഇത് MV രാഘവൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എന്നെ എന്ത് വേണം വിളിച്ചോ, പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക, പാർട്ടിയിൽ വലിയ തെറ്റുകൾ സംഭവിച്ചിരിക്കുന്നു. തെറ്റ് തിരുത്തിയില്ലെങ്കിൽ നാളെ ജനങ്ങൾ ഇത് തിരിച്ചറിയും, അന്ന് ഈ പാർട്ടി ഇല്ലാതാകും എന്ന് MV രാഘവൻ 1986 പറഞ്ഞതാണ്. അന്ന് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് അക്രമം കൊണ്ട് നിങ്ങൾ എന്നെ വർഗവഞ്ചകൻ എന്ന് വിളിച്ചിട്ട് നിങ്ങൾ അവിടെ തെറ്റ് തിരുത്തുന്നതിന് പകരം നിങ്ങൾ അക്രമങ്ങൾ അഴിച്ചുവിട്ടും കൊലപാതകങ്ങൾ നടത്തിയും മറ്റു വിധത്തിൽ പിന്നെ ഭീഷണിപ്പെടുത്തിയും ആണ് ഇതിനെ ഒതുക്കാൻ നോക്കുന്നതെങ്കിൽ ഇത് നിൽക്കില്ല. ഇത് കുറേശ്ശെയായിട്ട് ഇത് ജനങ്ങൾ പാർട്ടിക്കുള്ളിൽ തിരിച്ചറിയും, പിന്നെ ജനങ്ങളും തിരിച്ചറിയും, അന്ന് ഈ പാർട്ടി ഇല്ലാതായി പോകുന്ന MV രാഘവൻ പറഞ്ഞതാണെന്ന്. ഓക്കെ. അല്ല, ഇതിപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം G സുധാകരൻ്റെ വിഷയം സംസാരിച്ചപ്പോൾ പാർട്ടി മെക്കാനിസം, പാർട്ടി മെഷീനറി എല്ലാം ഇനി അമ്പലപ്പുഴയിൽ കേന്ദ്രീകരിച്ച് അദ്ദേഹത്തെ തോൽപ്പിക്കാൻ വേണ്ടി നിൽക്കുമെന്ന് പറഞ്ഞു. അതിനുള്ള തുടക്കവും നമ്മൾ കണ്ടിരുന്നു. പക്ഷേ ഇനിയിപ്പോൾ അവർക്ക് അമ്പലപ്പുഴയിൽ മാത്രമല്ല, പാലക്കാട് പോകണം, അതുപോലെ തന്നെ തളിപ്പറമ്പിൽ പോകണം, പയ്യന്നൂരിൽ നോക്കണം. അപ്പോൾ പയ്യന്നൂരും തളിപ്പറമ്പും ഒക്കെ പാർട്ടി കോട്ടകളാണ്. അവിടെ പിന്നെ വലിയ വിഷയം ഉണ്ടാവില്ല. അതായത് തെക്ക് നിന്നും വടക്ക് വരെ ഏതാണ്ട് പല വിധത്തിൽ പിന്നെ പാർട്ടിയുടെ ഇതുവരെ ചരിത്രത്തിൽ ഇല്ലാത്ത വിധം പാർട്ടി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിയുമ്പോൾ വേറൊരാൾ പാർട്ടിയിൽ നിന്ന് അതിനേക്കാൾ മുതിർന്ന ഒരാൾ പാർട്ടിയുടെ സ്ഥാനാർത്ഥി ആയി വരാൻ കഴിവുള്ള ഒരാൾ എതിർചേരിയിൽ പോകുന്നു എന്നുള്ളത് വലിയ പ്രധാനപ്പെട്ട ഒരു വിഷയം. ഇത്രയും വ്യാപകമായി ഇതിനു മുൻപ് ഉണ്ടായിട്ടില്ലെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്ല, അതാണ് ഞാൻ പറഞ്ഞ അസംതൃപ്തി ഇതിനകത്ത് പുകയുന്നു എന്ന് ഞാൻ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞത്. ഈ കഴിഞ്ഞ പാർട്ടി തെരഞ്ഞെടുപ്പുകൾ നടന്നല്ലോ. അവസാനം മധുരയിൽ പാർട്ടി കോൺഗ്രസ് നടന്നു. പാർട്ടി തെരഞ്ഞെടുപ്പുകൾ നടന്നപ്പോൾ ബ്രാഞ്ച് കമ്മിറ്റി അംഗമാകുന്നതിന്, ബ്രാഞ്ച് സെക്രട്ടറി ആകുന്നതിന് യോഗ്യരല്ലാത്തവർ കടന്നുകൂടിയിട്ടുണ്ടെന്നുള്ള വിമർശനം വളരെ വലുതായിരുന്നു. അത് കഴിഞ്ഞിട്ട് LC വന്നപ്പോൾ LCയിൽ സെക്രട്ടറിമാരായവർ, അംഗങ്ങളായവർ പലരും കഴിവുകെട്ടവരാണ്, കുറഞ്ഞവരാണ്, പണിയെടുക്കാത്തവരാണ് എന്നുള്ള ആരോപണം വന്നതാണ്. അത് കഴിഞ്ഞ് ഏറ്റവും വിപുലമായത്, ഏറ്റവും പ്രധാനപ്പെട്ടതും ഏരിയ കമ്മിറ്റിയാണ്. ഏരിയ കമ്മിറ്റിയിൽ അങ്ങനെ ഒരു വിമർശനം വരുന്നത് സ്വാഭാവികമല്ല. ഏരിയ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ഊതിക്കാച്ചിയ പൊന്നെ പോലുള്ള പ്രവർത്തകരാണ് അവർ. വളരെ നാൾ, ഇപ്പോൾ 25 വർഷം ഏരിയ കമ്മിറ്റിയിൽ പ്രവർത്തിച്ച ആളാണ്
ടി.കെ. ഗോവിന്ദൻ. അപ്പൊ ഏരിയ അതുപോലെ കമ്മിറ്റിക്ക് നേതൃത്വം നൽകിയ ആളാണ്. നേതൃത്വം നൽകിയ ആൾ. അതിന് മുമ്പ് ഏരിയ കമ്മിറ്റി അംഗമായിരുന്നു. പിന്നെ അങ്ങനെ പാർട്ടിയിൽ തന്നെ അത്രയ്ക്ക് വേറുള്ള ആളാണെന്നുള്ളതാണ്. ഇപ്പൊ ഏരിയ കമ്മിറ്റി ആയിട്ട് അംഗമായി, പിന്നെ സെക്രട്ടറി ആയിട്ട് 25 വർഷത്തെ പാരമ്പര്യം അല്ല അദ്ദേഹത്തിന്. ഈ ഘടകങ്ങളിലെല്ലാം പ്രവർത്തിച്ച് അങ്ങനെ ഏരിയ കമ്മിറ്റിയിൽ മാത്രം, സെക്രട്ടറി ആയിട്ടല്ല, ഏരിയ കമ്മിറ്റിയിൽ മാത്രം തന്നെ അദ്ദേഹത്തിന് 25 വർഷത്തെ പാരമ്പര്യം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് അസംതൃപ്തി വരും. ഞാൻ തിരുവനന്തപുരത്ത് അടക്കം ചില ഏരിയ കമ്മിറ്റി സെക്രട്ടറിമാർ കരയുന്നത് കണ്ടു. എന്നെ ഇനി വീട്ടിലിരുന്നോളാൻ പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പൊ അതൊക്കെ നമുക്ക് കാണാതെ പോകാൻ പാടില്ല. ഇതും ഞാൻ എം.എൻ. വിജയൻ മാഷിന്റെ ഒരു കാര്യം, ഒരു പ്രസ്താവനയാണ് ഞാൻ ഓർക്കുന്നത്. ഈ ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ ആ ആളിനേക്കാൾ ഭക്ഷിക്കുന്ന ആളിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരവസ്ഥ. ഭക്ഷണം പാചകം ചെയ്ത് കഴിഞ്ഞാലേ അവനെ വടക്കപ്പുറത്തൂടെ ഓടിക്കും. എന്നിട്ട് VIP ആരാണ്? ഭക്ഷിക്കുന്നവനാണ്. അവനാണ് ഏറ്റവും വലിയ മുൻഗണന കൊടുക്കുന്നത്. അത് തെറ്റായ ഒരു പ്രവണതയാണ് എങ്കിൽ പോലും ഇത് പാർട്ടിക്കകത്ത് ഭൂഷണമല്ല എന്നുള്ളതാണ്. അതായത് പണിയെടുക്കുന്നവനെ അംഗീകരിക്കാത്ത പാർട്ടി എങ്ങനെയാണ് ലേബർ പാർട്ടി ആകുന്നത്? ഓക്കെ, തൊഴിലാളി പാർട്ടി ആണെങ്കിൽ പണിയെടുക്കുന്നവനെ അംഗീകരിക്കണം. അത് പാർട്ടിക്കകത്ത് പണിയെടുക്കുന്നവനെ അംഗീകരിക്കണ്ടേ? പാർട്ടി മെമ്പറായി പണിയെടുക്കുന്ന ആളിന് പാർട്ടി ബ്രാഞ്ചിൽ കൊടുക്കുക, സെക്രട്ടറി ആക്കുക. അവിടുന്ന് ബ്രാഞ്ച് കമ്മിറ്റിമാരിൽ മികച്ചവരെ LCയിൽ കൊണ്ടുവരിക, അതിൽ മികച്ചവരെ ഏരിയയിൽ കൊണ്ടുവരിക, അതിൽ മികച്ചവരെ ജില്ലയിൽ കൊണ്ടുവരിക എന്നുള്ളൊരു കീഴ്വഴക്കം ഉണ്ടായിരുന്നു. അതിൽ എല്ലാം പെർഫെക്റ്റ് ആയിരിക്കണമെന്നില്ല. പക്ഷേ ഒരു മെജോറിറ്റി എങ്കിലും പെർഫെക്റ്റ് അല്ലെങ്കിൽ വരുന്ന പ്രശ്നമാണ്. എല്ലാവരും പെർഫെക്റ്റ് ആണെന്ന് ഞാൻ പറയുന്നില്ല. അങ്ങനെയൊക്കെ അല്ലാതെ പലപ്പോഴും വന്നിട്ടുണ്ട്. ചില വ്യക്തിഗത താല്പര്യങ്ങൾ കൊണ്ടൊക്കെ വന്നിട്ടുണ്ടാവാം. പക്ഷെ അത് പൂർണ്ണമല്ല, പരിപൂർണമല്ല. ഇതിപ്പോ പരിപൂർണമായും വ്യക്തിഗതമായി വരുന്നു എന്നുള്ളതാണ് പല തട്ടിലും വരുന്ന ആരോപണം. ഈ ആരോപണത്തെ കറക്റ്റ് ചെയ്യണ്ടേ എന്നുള്ളതാണ് പാർട്ടിയിൽ ചോദിക്കുന്ന പ്രധാന ചോദ്യം. പക്ഷേ ഇത് കറക്റ്റ് ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അപ്പോഴാണ് അവിടെയാണ് സിസ്റ്റം ഫെയിലിയർ വരുന്നു. ഉൾപാർട്ടി ജനാധിപത്യം ഇല്ല എന്ന ഒരു വിഷയവും നമുക്ക് മുന്നിലേക്ക് വരുന്നത്. തീർച്ചയായിട്ടും വലിയ തെറ്റുകൾക്ക് പോലും ആൻസർ ഇല്ലെങ്കിൽ പിന്നെ എവിടെ ഉൾപാർട്ടി ജനാധിപത്യം? സെൻട്രലൈസ്ഡ് ഡെമോക്രസി ആണ്, അത് സോവിയറ്റ് യൂണിയന്റെ തിയറി തന്നെയാണ് ഇവിടെയും അപ്ലൈ ചെയ്യുന്നതെന്നൊക്കെ പറയുമ്പോഴും ഈ സെൻട്രലൈസ്ഡ് ഡെമോക്രസിയിലും വലിയ തെറ്റുകൾ മൂടി വയ്ക്കാൻ പാടില്ല എന്നുള്ളതാണ്. തെറ്റുകൾ നമ്മൾ മൂടി വയ്ക്കുമ്പോൾ, തെറ്റിനുകൾ മൂടി വയ്ക്കുന്നതിനേക്കാൾ വലുതാണ് തെറ്റ് ശരിയാണെന്ന് പറയുന്നത്. അതെവിടെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്? തെറ്റുകൾ ശരിയാണെന്ന് പറയുകയാണ്. ആ തെറ്റുകളായിരുന്നു ശരി എന്ന് പറഞ്ഞാൽ പിന്നെ എവിടെയാണ് നിലനിൽപ്പ്? അതെ, ആ ഒരു അവസ്ഥയിലേക്ക് പാർട്ടിയെ കൊണ്ട് എത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ടി.കെ. ഗോവിന്ദൻ അടക്കമുള്ളവരുടെ പരാതികൾ. എനിക്ക് തോന്നുന്നു മൂടി വെച്ചിട്ടും മൂടിയിരിക്കാതെ രീതിയിൽ ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ പുറത്തേക്ക് വരുന്നു, ഒരു ഔട്ട്ബേസ്റ്റ് ആയി പുറത്തേക്ക് വരുന്നു. ഒന്നിന് പിറകെ ഒന്നായി കൂടുതൽ പേർ പാർട്ടി നേതൃത്വത്തിനെതിരെ രംഗത്ത് വരികയാണ്. പക്ഷേ ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് വെറും ചില കണികകൾ മാത്രമേ പുറത്തു വന്നിട്ടുള്ളൂ. കാരണം മാർക്സിസ്റ്റ്, ഈ കോൺഗ്രസ് പാർട്ടിയിൽ ഈ ചില ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു, തിരമാലകൾ ഇങ്ങനെ അടിച്ചു വരുന്ന പോലെയാണ്. അത് അന്തരീക്ഷത്തിൽ നമുക്ക് കാണാം. പക്ഷേ മാർക്സിസ്റ്റ് പാർട്ടിയിൽ അണ്ടർ കറണ്ടേ ഉണ്ടാവുള്ളൂ, തിരമാലകൾ കാണില്ല. അടിയൊഴുക്കുകൾ. ഈ തിരമാലകൾ വരുന്നത് എങ്ങനെയെന്ന് അറിയാമോ? ചെറിയ ചെറിയ കാറ്റ് വന്ന് ഇങ്ങനെ ചെറിയ ഓളങ്ങൾ ശക്തിപ്പെട്ട് അത് വലിയൊരു തിരമാലയായിട്ട് വന്ന് അടിച്ച് അങ്ങ് പോയെന്നിരിക്കും. പക്ഷേ അണ്ടർ കറണ്ട് അങ്ങനെയല്ല. അത് നമ്മുടെ കാലിനെയൊക്കെ ചുറ്റി ഒക്കെ വന്ന് അങ്ങ് തിരിച്ചു പോയെന്നിരിക്കും. ചിലപ്പോൾ ഒന്ന് പിന്നെ നമ്മളെ നനക്കിയിട്ടൊക്കെ അങ്ങ് പോകും. പക്ഷേ അണ്ടർ കറണ്ട് അങ്ങനെയല്ല. അണ്ടർ കറണ്ട് നമ്മളറിയില്ല, ഒച്ച തിരമാലയായിരിക്കും ഇങ്ങനെ വരുന്നത്. എന്നിട്ട് അടിയിൽ കൂടെ വരുന്ന തിരമാല നമ്മുടെ കാലിലെ മണ്ണ് ഒലിപ്പിച്ചിട്ട് നമ്മളെ ആദ്യം തള്ളിയിടും, തിരയിലേക്ക് തള്ളിയിട്ടിട്ട് അടിയിൽ കൂടെ ഇത് വലിച്ചുകൊണ്ട് പോയി അടിയിൽ എവിടെയോ ഒരു ഭാഗത്തുള്ളൊരു ചുഴിയിൽ കൊണ്ടിട്ട് കറക്കും. പിന്നെ നമ്മൾ തിരിച്ചു വരില്ല. മിക്കവാറും മരണമാണ്. ഈ കോവളത്ത് അങ്ങനത്തെയുള്ള പ്രശ്നമുണ്ടെന്നാണ് പറയുന്നത്. അണ്ടർ കറണ്ട്. അതുകൊണ്ടാണ് കോവളത്ത് ഒരുപാട് എക്സ്പേർട്ട് ആയിട്ടുള്ള സായിപ്പും മദാമയും വരെ നീന്താൻ വന്നിട്ട് മരിച്ചു പോയിട്ടുള്ളത്. ഈ അണ്ടർ കറണ്ട് വന്നു കഴിഞ്ഞാൽ ഇത് വലിച്ചു കൊണ്ടുപോയി നമ്മളൊരു ചുഴിക്കകത്തിട്ട് ചുറ്റിക്കളയും. അപ്പോൾ നമുക്ക് ബ്രീത്തിങ് കിട്ടിയില്ല. ബ്രീത്ത് കിട്ടാതെ വന്നിട്ട് നമ്മൾ തട്ടിപ്പോയി കഴിഞ്ഞിട്ടാണ് പിന്നെ അതെവിടെയെങ്കിലും പൊങ്ങി എന്നെങ്കിലും വേറെ ഏതെങ്കിലും ഒരു, ഈ കരയിലും വരില്ല, വേറെ ഏതെങ്കിലും ഒരു കരയിൽ പോയി അടിയുന്ന അവസ്ഥ. ഇതുപോലെ അണ്ടർ കറണ്ടുകൾ ഉണ്ടാകുന്ന ഒരു പാർട്ടിയാണ് മാർക്സിസ്റ്റ് പാർട്ടി. അതിൽ പുറമേ നമ്മൾ കാണുന്നത് എന്താണോ അതിനേക്കാൾ എത്രയോ ഇരട്ടിയായിരിക്കും അതിൻ്റെ അടിയിലെ ആ ഒഴുക്ക്, അടിയിലെ ചുഴികൾ. ഇതാണ് പാർട്ടിയെ ബാധിച്ചിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് തിരുത്തിയില്ലെങ്കിൽ, പിണറായി വിജയനെ പോലുള്ള കരുത്തുള്ള ഒരു നേതാവ് ഇരിക്കുമ്പോൾ തിരുത്തില്ല, ഞാൻ അന്തം വിട്ടുപോയി. കാരണം ഈ തവണ പാർട്ടി വൻ വിജയത്തിലേക്ക് പോകുന്ന വിധത്തിലാണ് പാർട്ടിയുടെ ചട്ടക്കൂട് ഉണ്ടാക്കി, സെറ്റപ്പ് ഉണ്ടാക്കി പുറത്തുവിട്ടത്. ഗാനേഷ് കുമാർ ഡൽഹിയിൽ പത്രപ്രസ്താവന നടത്തുന്നു, നാളെ 9-ാം തീയതി തെരഞ്ഞെടുപ്പാണെന്ന് പറഞ്ഞ് ആ വാചകം വായിച്ചു തരുന്നതിന് മുമ്പേ എം.വി. ഗോവിന്ദൻ ഉടുപ്പ് ഇട്ടുകൊണ്ടിരുന്ന് 81 സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിക്കുകയാണ്. അതെ, പൂർണ്ണമായും തൊട്ടടുത്ത് CPI സ്ഥാനാർത്ഥി 25 പേരെയും പ്രഖ്യാപിക്കുകയാണ്. അപ്പോൾ 10-100
110ഓളം സ്ഥാനാർത്ഥികൾ അവിടെ പ്രഖ്യാപനത്തിൽ വരുന്നു എന്ന് പറഞ്ഞു. ആ പ്രഖ്യാപനം വായിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ ടി വിയിൽ തന്നെ കാണിക്കുകയാണ്, പിന്നെ കണ്ണൂര് PK ശ്യാമള പ്രചരണത്തിന് വാഹനത്തിൽ കയറുന്നു, ഇവിടെ കടകംപള്ളി സുരേന്ദ്രൻ പ്രചരണത്തിന് വാഹനത്തിൽ കയറുന്നു, കളമശ്ശേരിയിൽ രാജീവ് വാഹനത്തിൽ കയറുന്നു, നിരവധി പ്രവർത്തകർ, നൂറുകണക്കിന് പ്രവർത്തകർ ചുമന്ന കൊടിയുമായിട്ട് വരുന്നു. ഇത് ശരിക്കും പറഞ്ഞാൽ BJPയെയും കോൺഗ്രസിനെയും പോലും ഞെട്ടിക്കുന്ന ഒരു സാധനമായിരുന്നെന്ന്. ഞാനന്ന് വിചാരിച്ചത് ഇത്രയും വലിയൊരു മെക്കാനിസം ഉള്ളപ്പോൾ ഇവിടെ ആർക്കാണ് ഈ പാർട്ടിയെ തോൽപ്പിക്കാൻ കഴിയുക എന്നുള്ളത്. പക്ഷെ അതിനെ മുഴുവൻ ഒരു സ്വിച്ച് ഇട്ട പോലെ നിർത്താനായിട്ട് ഇന്നലെ ഈ TK ഗോവിന്ദന്റെ പ്രസ്താവനയ്ക്ക് കഴിഞ്ഞു. ഇനി വരുന്ന ദിവസങ്ങളിൽ ഇവരൊക്കെ ഓരോ സ്ഥലങ്ങളിൽ നിന്നും സ്ഥാനാർത്ഥിയായി വന്ന് നടത്തുന്ന പ്രസ്താവനകൾ, പ്രവർത്തനങ്ങൾ, ഇത് വലിയ പ്രശ്നം സൃഷ്ടിക്കുന്നതാണ് എന്നുള്ളത് പാർട്ടി തിരിച്ചറിയേണ്ടതാണ്. തീർച്ചയായും പാർട്ടിക്ക് തിരുത്താൻ പറ്റും. ഒരൊറ്റ കാര്യം തീരുമാനിച്ചാൽ മതി. ഇപ്പോഴും തിരുത്താം. സ്ഥാനാർത്ഥി ആയി എങ്കിലും ഇത്രയും വലിയ ഭൂകമ്പങ്ങളൊക്കെ ഉണ്ടായ സ്ഥിതിക്ക് ഞങ്ങൾ സ്റ്റേറ്റ് കമ്മിറ്റി കൂടി തീരുമാനിച്ചു, സ്ഥാനാർത്ഥിത്വം PK ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വം തൽക്കാലത്തേക്ക് പിൻവലിക്കുന്നു. അവിടെ സുകന്യയെ അവരെയാണല്ലോ പിന്നെ നിശ്ചയിച്ചത്, സുകന്യയെ സ്ഥാനാർത്ഥിയായിട്ട് നിശ്ചയിക്കുന്നു എന്നൊരു സാധനം ഇതാ സ്വിച്ച് ഇടാവുന്നതാണ് പാർട്ടിക്ക്. പക്ഷെ അത് സ്വിച്ച് ഇടാൻ പാർട്ടിക്ക് ഇന്നത്തെ രീതിയിൽ കഴിയുമോ? അതാണ് MN വിജയൻ മാഷ് ചോദിച്ചത്. നിങ്ങൾ തെറ്റിനെ ശരിയായി കണ്ടുകൊണ്ട് തെറ്റിനെ ശരിയാണെന്ന് ജനങ്ങളുടെ മുമ്പിൽ സമർത്ഥിച്ച് തിരുത്താൻ ശ്രമിച്ചാൽ ആ തെറ്റ് നിങ്ങളെ മുച്ചൂടം വിഴുങ്ങും. അത് സിസ്റ്റം ഫെയിലിയർ മാത്രമല്ല, ഒരുപക്ഷെ ഉരുക്ക് കോട്ടകളെ വിതറവേ എന്ന് പറയുന്ന സിസ്റ്റം ഉണ്ടല്ലോ, പൊടിയായി ഇങ്ങനെ ലയിച്ചു പോകുന്ന ആ സിസ്റ്റത്തിലേക്ക് കൊണ്ട് എത്തിക്കും. ആ വീഴ്ച പതുക്കെ ആയിരിക്കും, പക്ഷെ ആ വീഴ്ചയുടെ തുടക്കങ്ങൾ ആരംഭിച്ചോ എന്നുള്ളത് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. എന്തായാലും ഇടതുപക്ഷം നമ്മുടെ കേരളത്തിൽ വലിയ ചരിത്രമുണ്ട്, വലിയ നേട്ടങ്ങൾ അവകാശപ്പെടാൻ സാധിക്കുന്ന പ്രസ്ഥാനമാണ്. CPM എന്നുള്ളതിന് വലിയ ചട്ടക്കൂടിൻ്റെ മാഹാത്മ്യമുണ്ട്, അടിത്തട്ടിൽ വലിയ പ്രവർത്തകരുടെ ശൃംഖലയുണ്ട്. അത് വേഗത്തിൽ പിഴുതെറിയാൻ സാധിക്കില്ല ആര് വിചാരിച്ചാലും. അതുതന്നെയാണ് ഇതുവരെ നമ്മൾ കണ്ടിട്ടുള്ളതും. പക്ഷേ ആ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഇരുന്ന് ചിലരൊക്കെ കാണിക്കുന്ന വൃത്തികേടുകൾ ഈ വലിയ വടവൃക്ഷത്തെ പിഴുതെറിയുമോ ഇന്നല്ലെങ്കിൽ നാളെ എന്ന് സംശയം തോന്നുന്ന തരത്തിലുള്ള എതിരഭിപ്രായങ്ങളാണ് ഈ പാർട്ടിക്ക് ഉള്ളിൽ നിന്ന് തന്നെ ഗതികെട്ട് അണമുട്ടി ഓരോരുത്തരായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ ഈ നേതൃത്വം തെറ്റുതിരുത്തേണ്ടതുണ്ട്. മുൻപ് പല ആചാര്യന്മാരും പാർട്ടിക്കുള്ളിലും പുറത്തുമായി പറഞ്ഞു വെച്ച തിരുത്തൽ നടപടികൾ ഇനിയെങ്കിലും ഇവർ സ്വീകരിക്കുമോ? ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ചുവപ്പ് കൊടിയുടെ മാഹാത്മ്യം ജനങ്ങൾ തിരിച്ചറിയാത്ത വിധത്തിലേക്ക് നിങ്ങൾ, അതായത് ഇപ്പോൾ നേതൃത്വം നൽകുന്നവർ, അഴുക്കിൻ്റെ കുഴിയിലേക്ക് ആണ്ടുപോകും. പിന്നീട് അവർക്ക് ഒന്നും കാണാൻ സാധിക്കില്ല. അഴുക്ക് മാത്രം, അതായത് തെറ്റ് മാത്രം, അഴിമതി മാത്രം, കൊള്ളരുതായ്മ മാത്രം, അത് മാത്രമായിരിക്കും ഈ പാർട്ടിയുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ സംസാരിക്കുന്നവ. അതിന് ഇട നൽകുമോ ഇപ്പോഴത്തെ നേതൃത്വം? അതാണ് കേരളം കാത്തിരിക്കുന്ന ഒരു ചോദ്യം. അതിനുത്തരം അവർ എത്ര വേഗത്തിൽ നൽകും? കാത്തിരുന്ന് കാണാം. വളരെയധികം നന്ദി സർ, ഇത്രയും സമയം ടോക്കിംഗ് പോയിന്റുമായി സംസാരിച്ചത്. ടോക്കിംഗ് പോയിന്റിന്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി അടുത്ത എപ്പിസോഡ് കാണുന്നു. നമസ്കാരം.